മറ്റൊന്ന് പാലായാണ്. കഴിഞ്ഞ തവണ ഈ ആലുങ്കാവഴുത്തപ്പോൾ കാക്കയ്ക്ക് വായി പുണ്ണെന്നൊക്കെ പറയുന്നത് പോലെ കഴിഞ്ഞ തവണ UDF നിന്ന് LDF വരാനുള്ള ജോസ് കെ മാണിയുടെ തീരുമാനം പലരും രാഷ്ട്രീയമായി അതിനകത്ത് വലിയ അപകടം കണ്ടപ്പോൾ ജോസ് കെ മാണിക്ക് KM മാണിയെ പോലെ ഈ പാർട്ടിയെ യോജിപ്പിച്ച് നയിക്കാൻ കഴിയുമോ, അത്ര രാഷ്ട്രീയ ബുദ്ധി ഉണ്ടോ എന്ന് കണ്ടപ്പോൾ അതിസാഹസികമായ ഒരു തീരുമാനമെടുക്കുകയും ആ തീരുമാനം ശരിയാണെന്ന് സ്വന്തം പാർട്ടിക്കാരെ ബോധ്യപ്പെടുത്തുകയും കേരളത്തിലെ 1ാം നമ്പർ കേരള കോൺഗ്രസ്സായി കേരള കോൺഗ്രസ് എമ്മിനെ നിലനിർത്തി ഒരു പക്ഷേ പറഞ്ഞാൽ ഈ മാണിയുടെ അവസാന കാലത്തേക്കാൾ ശക്തമായി KM മാണിയേക്കാൾ ശക്തമായി എതിരാളികൾ പോലും ഇല്ലാത്ത രീതിയിൽ നിലനിർത്തുകയും ഒക്കെ ചെയ്തായിരുന്നു. പക്ഷേ കഴിഞ്ഞ തവണ അവിടെ മാണി സി കാപ്പനോട് പരാജയപ്പെടേണ്ടി വന്നു ജോസ് കെ മാണിക്ക്. ഇതാണ് പാലയിലെ ചിത്രം. പാലയെ സംബന്ധിച്ച് കാലയ്ക്ക് കഴിഞ്ഞ 50 വർഷവും ഒറ്റ MLA ഉണ്ടായിരുന്നുള്ളൂ, അത് KM മാണിയാണ്. KM മാണിക്ക് ശേഷം ഒരേ ഒരാളെ MLA ആയിട്ടുള്ളൂ, അത് മാണി സി കാപ്പനാണ്. മറ്റൊരു മാണിയാണ്, അത് മാണി സി കാപ്പനാണ്. അപ്പോൾ മാണി സി പാലയുടെ ചിത്രം ഇതാണ്. UDF ഇത് KM മാണി വിജയിച്ചത്, ഇത് KM മാണി വിജയിച്ചത്. ഇത് ഉപതെരഞ്ഞെടുപ്പ് വരുന്നു. ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ കാപ്പൻ ജയിക്കുന്നു. കാപ്പൻ ജയിച്ചതിന് ശേഷം പിന്നീട് വീണ്ടും അടുത്ത ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ കാപ്പൻ LDF നിന്ന് UDF എത്തുന്നു. അവിടെ LDF ആയി നിന്നായിട്ട് മത്സരിച്ചത് ടോം ജോസ് പുലിക്കുന്നേൽ മത്സരിക്കുമ്പോൾ ടോം ജോസ് പുലിക്കുന്നേലിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് കാപ്പൻ ജയിക്കുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം UDF എത്തുന്നു. UDF എത്തുമ്പോഴും കാപ്പൻ അതിൻ്റെ ഭൂരിപക്ഷം ഉയർത്തിക്കൊണ്ട് കഴിഞ്ഞ തവണ ജോസ് കെ മാണി ഇടതു തരംഗം കേരളമാകെ വീശിയടിച്ചപ്പോഴാണ് കേരളത്തിൽ പാലയിൽ സ്വന്തം പിതാവ് 1/2 നൂറ്റാണ്ട് കാലം പ്രതിനിധിച്ച മണ്ഡലത്തിൽ ജോസ് കെ മാണി പരാജയപ്പെട്ടത്. പക്ഷേ ഇത്തവണ ജോസ് കെ മാണി വലിയ പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. ജോസ് കെ മാണി എന്തായാലും വിജയിക്കുമെന്നുള്ള വലിയൊരു പ്രതീക്ഷ ജോസ് കെ മാണിക്കുണ്ട്. ആ തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം ആ മട്ടിൽ എങ്ങനെയാണ് പാർട്ടിയെ കൊണ്ടുവരുന്ന ആ മട്ടിൽ നടത്തിയിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് മറ്റൊരു ചോദ്യം, ഷോൺ ജോർജ് കൂടി അവിടെ മത്സരിക്കുന്നു. ഷോൺ ജോർജ് സ്വതന്ത്രനായി അവിടെ സ്വതന്ത്രനായെന്ന് അല്ല NDAയുടെ ഭാഗമായി നിന്ന് മത്സരിച്ച് അവിടെ ജില്ലാ പഞ്ചായത്തിലേക്ക് ജയിച്ച ഒരാളാണ്. ഷോൺ ജോർജിന് അവിടെ PC ജോർജിൻ്റെ മകൻ എന്ന നിലയ്ക്കും സ്വന്തം നിലയ്ക്കും എന്നുള്ള സ്വാധീനമുണ്ട്. ഷോൺ ജോർജ് ഈ പറയുന്ന വോട്ടുകളായിരിക്കില്ല പിടിക്കുന്നത്. ഷോൺ ജോർജ് അവിടെ ജയിക്കാൻ വേണ്ടി മത്സരിക്കുകയാണ്. ഷോൺ ജോർജ് പിടിക്കുന്ന വോട്ടുകൾ അത് ഇനി LDFൻ്റെതാണോ UDFൻ്റെതാണോ എന്ന ചോദ്യം ഇനിയും ഇടതുമുന്നണിയുടെ ഭാഗമായി ജോസ് കെ മാണിക്ക് സ്വന്തം പാർട്ടിയെ ജയിപ്പിക്കുമ്പോഴും സ്വയം ജയിക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യം. ഷോൺ ജോർജിൻ്റെ സ്ഥാനാർത്ഥിത്വം എന്ന ഒറ്റ ഘടകം മാത്രമാണ് LDF UDF സാധ്യതകളെ സ്വാധീനിക്കുന്നത്. ഒരുപക്ഷെ ഷോൺ ജോർജ് മത്സരിച്ചില്ലായിരുന്നെങ്കിൽ മാണി സി കാപ്പന് വളരെ പെട്ടെന്ന് ജയിക്കാൻ കഴിയുന്ന സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. കാരണം വലിയ ആശയക്കുഴപ്പത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ജോസ് കെ മാണി മുന്നണി വിടുമോ ഇല്ലയോ, LDFലാണോ UDFലാണോ എന്ന ആശയക്കുഴപ്പം പൊതുവിൽ ഉണ്ടായി. ഏറെക്കുറെ തോൽവി സമ്മതിച്ച് പാലയിൽ മത്സരിക്കാൻ ഇറങ്ങിയതാണ്. പക്ഷേ ഷോൺ ജോർജ് വന്നതോടെ ചിത്രം വലിയ രീതിയിൽ മാറിയിട്ടുണ്ട്. മറ്റൊരു കാരണവുമല്ല, മൂന്നിലവ്, തലനാട്, തലപ്പലം 3 പഞ്ചായത്തുകൾ പഴയ പൂഞ്ഞാർ മണ്ഡലമാണ്. ആ പൂഞ്ഞാർ മണ്ഡലത്തിൽ PC ജോർജിനും അദ്ദേഹത്തിൻ്റെ മകൻ ഷോൺ ജോർജിനും വലിയ സ്വാധീനമുള്ള ഇടമാണ്. തൊട്ട് മുമ്പുള്ള